രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകിട്ടാനുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാൽ, എന്താണ് ഈ ഹാജരാക്കാനുള്ള നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നത്? കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി പറയുകയും ചെയ്തത് എന്താണ്? ഉച്ചതിരിഞ്ഞ് 3:30 കൂടിയാണ് SITയുടെ കസ്റ്റഡി അപേക്ഷയും അതോടൊപ്പം തന്നെ പ്രതിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചത്. കേസന്വേഷണം പ്രാരംഭ ദിശയിലാണെന്നും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഒപ്പം തന്നെ കുറ്റം നടന്നതായി പറയപ്പെടുന്ന ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ചുരുക്കത്തിൽ 7 ദിവസത്തിനടുത്തുള്ള കസ്റ്റഡിയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്മേലാണ് കോടതി സുപ്രധാനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അതായത് ജയിലിൽ കഴിയുന്ന പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കണം. തുടർന്നായിരിക്കും SITയുടെ അപേക്ഷയിന്മേൽ കോടതിയുടെ വിധി വരിക. അതേസമയം തന്നെ പ്രതിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ജാമ്യാപേക്ഷയിന്മേൽ, അതായത് ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതിനാൽ തന്നെ പ്രതിക്ക് ജാമ്യം അനുവദിക്കണമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന ഘട്ടമുണ്ടായി. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി റിപ്പോർട്ട് പരിഗണിക്കാതെ എങ്ങനെ പ്രതിക്ക് ജാമ്യം അനുവദിക്കാനാകുമെന്ന് മജിസ്ട്രേറ്റ് പ്രതിഭാഗം അഭിഭാഷകനോട് ചോദിച്ചു. തുടർന്ന് പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് കേസിന്റെ നടപടികൾ, അപേക്ഷയുടെ നടപടികൾ ഇന്നത്തേക്ക് കോടതി അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. SITയുടെ കസ്റ്റഡി അപേക്ഷയിന്മേൽ നാളെ കോടതി വിധി പറയും. അതേസമയം തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപായി കോടതിയിൽ പോലീസ് റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. രാഹുലും ഈ യുവതിയുമായിട്ടുള്ള ചാറ്റുകളിൽ വലിയ രീതിയിലുള്ള ഭീഷണിയുടെ സ്വരമുണ്ട്. വീട്ടിൽ വന്നാൽ, നാട്ടിലേക്ക് എത്തിയാൽ ആളുകളുമായി വീട്ടിലേക്ക് വരും, നീ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത് താങ്ങില്ല, അങ്ങനെ വളരെ എന്ത് രീതിയിലും മറുപടി ഉണ്ടാകും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമെന്ന നിലയ്ക്കുള്ള ഒരു ചാറ്റുകൾ, അതിൻ്റെ വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതെല്ലാം ഉഭയസമ്മത പ്രകാരമുള്ള കാര്യങ്ങളാണ്, ഹോട്ടൽ മുറി എടുത്തത് തന്നെ യുവതിയുടെ താല്പര്യപ്രകാരമാണ് എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് ആ വിധത്തിൽ കോടതിയിൽ കാര്യങ്ങൾ ബോധിപ്പിച്ചത് ഇരു വിഭാഗവും? 10 മിനിറ്റിൽ താഴെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകനും കോടതിയിൽ സംസാരിച്ചുള്ളൂ. 2 കൂട്ടർക്കും കൂടി ആകെ ലഭിച്ച സമയമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. ചുരുക്കത്തിൽ പ്രാരംഭമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള അവസരമാണ് ഇരു കക്ഷികൾക്കും ലഭ്യമായത്. ഈ കേസിന്റെ പ്രാരംഭ ദിശയിലെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. അതിനാൽ തന്നെ നിർണായക വിവരങ്ങൾ വളരെ വേഗത്തിൽ എടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ സംഭവം നടന്നതായി പറയുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടൽ മുറിയിൽ എത്തിച്ച് പ്രതിയുമായുള്ള തെളിവെടുപ്പ് ആവശ്യമുണ്ട് എന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന പ്രതിയെ നാളെ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന കോടതി നടപടി എന്നുള്ളത് SITയുടെ കസ്റ്റഡി അപേക്ഷയിന്മേൽ നാളെ കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയാൽ ഉടൻ തന്നെ ഇത് പരിഗണിക്കുകയും കോടതി അന്വേഷണ സംഘം ആവശ്യപ്പെട്ട അത്രയും ദിവസമോ അതിനോടടുത്ത ഒരു ദിവസമോ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം തന്നെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങളൊന്നും തന്നെ നിയമപ്രകാരമായി നിലനിൽക്കുന്നതല്ല. ഇതിനകത്തിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്, രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രതിഭാഗം അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രതിക്ക് ജാമ്യം നൽകാൻ കോടതി തയ്യാറാകണം എന്നുള്ള അപേക്ഷയാണ് പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷകൻ ഹാജരാക്കിയത്, കോടതിയെ ബോധിപ്പിച്ചത്. പക്ഷേ ഈ കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താതെ പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് പോലീസിന്റെ റിപ്പോർട്ട് കൂടി കേട്ട ശേഷം മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഉള്ള നടപടിയാണ് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിലൂടെ ജാമ്യ ഹർജിയിന്മേൽ കോടതിയുടെ നടപടി ഉണ്ടായിട്ടുള്ളത്. ശരി. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുകിട്ടാനുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷ അക്കാര്യത്തിൽ നാളെ കോടതി വിധി പറയും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് കോടതി വിധി പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.